ഹലോ എൻ്റെ പൊന്നാര മക്കളെ, ഒരു കാര്യം പറയുകയാണ്. ഞാൻ ബിഗ് ബോസ് സീസൺ 7ൻ്റെ കുറച്ച് പ്രഡിക്ഷൻ കണ്ടു. എല്ലാ പ്രഡിക്ഷനിലും പറയുന്നത് രേണു സുധി പോകും, സാജി പോകും, ജസ്ന സലീം, അതിനുശേഷം കുഞ്ഞൻ പാണ്ടിക്കാട്. പൊന്നാര മക്കളെ, ബിഗ് ബോസ് കക്കൂസാണോ? അതായത് തീട്ടങ്ങളെ വെച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് കക്കൂസാണോ? ഒരു കാര്യം പറയുകയാണ്, എഴുതി വെച്ചോളൂ. ഒരിക്കലും രേണു സുധി പോകുന്നില്ല, കുഞ്ഞൻ പാണ്ടിക്കാട് പോകുന്നില്ല, സാജി പോകുന്നില്ല, ജസ്ന സലീം പോകുന്നില്ല. കുഞ്ഞൻ പാണ്ടിക്കാട് അവിടെ പോയി എന്ത് ചെയ്യാനാണ്? അവിടെ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അതായത് നമ്മളൊക്കെ വിട്ടിയാക്കി അദ്ദേഹം തട്ടി, അത് സത്യമാണ്. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തെ ബിഗ് ബോസിലേക്ക് എടുക്കുമെന്ന് പറയുന്നത് ശരിയാണോ? അവിടെ ക്യാമറ ഇല്ലേ? അവിടെ ഇങ്ങേറ് പോയി തട്ടിപ്പ് ചെയ്താൽ പിടിക്കൂലേ? പിന്നീട് രേണു സുധി എന്ത് ചെയ്യാനാണ്? തീട്ടമല്ലേ രേണു സുധി? അതായത് മരിച്ചുപോയ സുധിച്ചേട്ടനെ വിറ്റ് നിലവിൽ ജീവിക്കുന്ന രേണു സുധി ബിഗ് ബോസിലേക്ക് പോകുമെന്നാണ് പ്രഡിക്ഷനിൽ പറയുന്നത്. അതിനുശേഷം ജസ്ന സലീം മതം പറഞ്ഞ് മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് രണ്ട് വർഗത്തെ നമ്മളൊക്കെ ഞങ്ങളെല്ലാവരും ഒരു ചോരയാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളെ തമ്മിൽ തല്ലിക്കുന്ന ജസ്ന സലീം ബിഗ് ബോസിലേക്ക് പോകുമെന്നാണ് കുറേ പേര് പറയുന്നത്. പിന്നീട് സാജി ലൈവ് തുറന്നാൽ, സാജിദയുടെ ലൈവ് തുറന്നാൽ പുല്യാടി മോളെ, നായിൻ്റെ മോളെ, അങ്ങനെയൊക്കെയുള്ള തെറിയാണ് സാജിദ വിളിക്കുന്നത്. ഇവരൊക്കെ ബിഗ് ബോസിൽ പോയി എന്താണ് അവിടെ തീട്ടമാണോ ക്രിയേറ്റ് ചെയ്യുന്നത്? പൊന്നാര പ്രഡിക്ഷൻ തയ്യാറാക്കുന്ന യൂട്യൂബേഴ്സിനോട് ഒരു കാര്യം പറയുകയാണ്, ഇത്തിരി പഠിച്ചിട്ട് വേണം നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അതായത് വെറുതെ കുഞ്ഞൻ പാണ്ടിക്കാട് പോകും, സാജി പോകുന്നു പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ എൻ്റെ പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ്, ഈ ചെങ്ങായി നിങ്ങൾക്കറിയോ? അതായത് അത്യാവശ്യം വൈറലാണ്. ഇൻസ്റ്റഗ്രാമിൽ 1078K ഫോളോവേഴ്സ് ഉണ്ട് ഈ ചങ്ങായിക്ക് ബിഗ് ബോസ് കോൾ വിളിച്ചത്രേ. വെറുതെ കള്ളം പറയുകയാണ്. അപ്പോൾ ഈ ചങ്ങായിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്യാണ്ട് ഈ ചങ്ങായി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ചെല്ലളിയാ ചെല്ല്. അതായത് ചെല്ല് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ഓക്കെ, നമുക്ക് കേട്ട് നോക്കാം. എന്തോ മഹത്തായ ഒരു കാര്യം പറയാനുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പേഴ്സണലാണെങ്കിലും പിന്നെ അതുപോലെ കമൻസിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പിരിശത്തിന് ചങ്ങായി നീ ബിഗ് ബോസ് സീസണിൽ ഈ പൊന്നാര ബായി എന്താണ് നിങ്ങൾ ഈ പറയണേ? അതായത് ബായ് പറയുന്നത് ബായുടെ ഫാൻസിന് ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ബായ് പറയുന്നത് കുറേ പേര് കമൻ്റ് ഇട്ട് പറഞ്ഞു എന്നാണ്. ഒരു കമൻറ്റും ഞാൻ കണ്ടിട്ടില്ല. 10-50 വീഡിയോസ് ഞാൻ നോക്കി, എവിടെയെങ്കിലും ആരെങ്കിലും ഈ ബായോട് നിങ്ങളൊന്ന് ബിഗ് ബോസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കമൻറ്റ് എഴുതിയിട്ടുണ്ടോ? ഞാൻ ഒരു കമൻറ്റ് പോലും കണ്ടിട്ടില്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോകുമോ, നിങ്ങളെ വിളിച്ചിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വേറൊരു മുഖേന എനിക്ക് കോൾ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ എന്തോ തിരക്കിലുണ്ടായി. അപ്പോൾ ആരോ ഒന്ന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ അത്ര മൈൻഡ് ആക്കിയിട്ടില്ല. പിന്നെ മെസ്സേജ് ആക്കിയിരുന്നു. അപ്പോൾ അതിനൊന്നും ഞാൻ റീപ്ലൈ ഒന്നും കൊടുത്തില്ല. കാരണം എനിക്ക് മനസ്സിലാന്ന് ഞാൻ തുറന്ന് പറഞ്ഞിന്. ആദ്യമേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഒരു നിലപാട്. ഞാൻ അതിൽ പോകില്ല. കാരണം ഞങ്ങൾക്ക് അതിനായിട്ട് യാതൊരു ബന്ധമില്ല. അതിൻ്റെ ഒരു തേങ്ങ കണക്കറിയില്ല. പൊന്നുമോനെ, നീ ഒരു കാര്യം ചെയ്യണം. അതായത് നിനക്ക് മെസ്സേജ് ഇട്ട അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ വെച്ച് തരോ. പിന്നെ പൊന്നാര മോനോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, സൈബർ സെല്ലിൽ, അതായത് നിനക്ക് ബിഗ് ബോസിൻ്റെ ആരോ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, നീ സൈബർ സെല്ലിൽ വിളിച്ച് അതിൻ്റെ കോൾ റെക്കോർഡ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരോ. നിനക്ക് അതിനുള്ള ചിലവിൻ്റെ പൈസ ഞാൻ അയച്ചു തരാം. ഓക്കെ, അതായത് വൈറലാവാൻ വേണ്ടി വെറുതെ പറയുകയാണ് എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്ന്. നാണോ മാനോ ഉണ്ടോടാ നിനക്ക്? ഓക്കെ, പറയുന്നുണ്ട്, ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അറിഞ്ഞ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പിന്നെ പേഴ്സണൽ മെസ്സേജ് ആക്കിയിട്ടെല്ലാം ചോദിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ സീസണിൽ ബിഗ് ബോസിൽ പിരിശത്തിൻ്റെ ചങ്ങായി ഉണ്ടോ എന്നിട്ട്. അപ്പം ഞാൻ പോയാൽ നിങ്ങൾ ജയിപ്പിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പ്രാവശ്യം എന്നിട്ട് വരുന്ന പ്രാവശ്യം ഞാൻ പോകില്ല. എനിക്ക് അല്ലടാ, നീ ആരിടാ പറയുകയാണ് ഈ സീസണിൽ ഞാൻ പോകില്ല, അടുത്ത സീസണിൽ ഞാൻ പോകില്ല എന്ന് പറയുകയാണ്. പിന്നീട് പറയുകയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്നാണ് ഈ ചങ്ങായി പറയുന്നത്. പൊന്നാര ചങ്ങായി, തനിക്ക് വട്ടാണോ? അതായത് ഇവിടെ കാലാകാലം ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരാണുള്ളത്? അവർക്കൊന്നും ചാൻസ് കിട്ടാതെ നിന്നെ വിളിച്ചു എന്ന് പറയുന്നു, അതിനുശേഷം ഞാൻ പോകില്ല എന്ന് പറയുന്നു.
ഇത് കേൾക്കുന്ന ഒരു കാര്യം പറയുകയാണ്, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയും ഇത് ഇങ്ങനെ ഒരു കോളേ പോയിട്ടില്ല. ഈ ചങ്ങായിയോട് ഞാൻ വിളിക്കുന്നു, ബിഗ് ബോസിലേക്ക് നിന്നെ വിളിച്ച ആ ഒരു കോൾ റെക്കോർഡ് നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? എന്തെന്നാണ് പറയുന്നത്? പ്രേക്ഷകരെ വിട്ടിയാക്കുകയാണ്. ഓക്കെ, ഏതായാലും ബിഗ് ബോസിന്റെ തീ പ്രൊമോ വന്നിട്ടുണ്ട് എന്റെ പൊന്നാര മക്കളെ. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നശിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത്. ഇനി ഞാനത് സമ്മതിക്കില്ല. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്, ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോ തരും ഞാൻ 7ന്റെ പണി. വീണ്ടും എന്നെ മഴയത്ത് നിർത്തല്ലേ, മുണ്ട് മടക്കി കുത്തിക്കല്ലേ. ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി. പൊന്നാര മക്കളെ, ബിഗ് ബോസ് വേറെ ലെവലാകും, അതുറപ്പാണ്. സീസൺ 7 ഇഷ്ടം പോലെ മാറ്റങ്ങളാണ് നമ്മുടെ ലാലേട്ടൻ കൊണ്ടുവന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട രേണു സുധി, ജസ്ന സലീം, സാജിദ സാജി, കുഞ്ഞൻ പാണ്ടിക്കാട് ഈ തീട്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അതിനുശേഷം ഒരു കാര്യം കൂടി പറയുകയാണ്, ബിഗ് ബോസിന്റെ A to Z, അതായത് ലൈവിൽ എന്ത് സംഭവിക്കുന്നു, റിവ്യൂ എല്ലാം നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.